ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ തേർഡ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷൻ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ, സ്കെയിലിംഗ് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓഫ്ലൈൻ വീഡിയോ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അതിൻ്റെ PDF ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഫോർത്ത് മോഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മെറ്റീരിയൽസ് ഫോർ MEMS ആൻഡ് മൈക്രോ സിസ്റ്റംസ്. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് സിലിക്കണിനെ പറ്റിയാണ്. കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് സിലിക്കൺ. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ സിലിക്കൺ കൂടാതെ സിലിക്കൺ കോമ്പൗണ്ട്സ്, ട്രഡീഷണലി യൂസ് ചെയ്യുന്ന സിലിക്കൺ ആൻഡ് സിലിക്കൺ കോമ്പൗണ്ട്സ്, സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്കൺ കാർബൈഡ്, ദെൻ Si3N4 ആൻഡ് പോളിസിലിക്കൺ, ദെൻ പീസോ റെസിസ്റ്റേഴ്സ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി, ദെൻ അതുകൂടാതെ പോളിമേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമേഴ്സ്, അതിൻ്റെ സ്ട്രക്ചർ, ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുള്ളത്. സോ സിലിക്കൺ ഈസ് കൺസിഡേർഡ് ആസ് എൻ ഐഡിയൽ സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ ഫോർ MEMS ആൻഡ് മൈക്രോ സിസ്റ്റം ഫാബ്രിക്കേഷൻ. നമ്മളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിക്കൺ ഈസ് അബൻഡൻറ്റ് മെറ്റീരിയൽ ഓൺ എർത്ത്. മിക്കവാറും അത് കാണാനാകുക കോമ്പൗണ്ട് ഫോമിലാണ്. നമ്മൾ റോ സിലിക്കനെ സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കണിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും പോപ്പുലർ ആവാനായിട്ടുള്ള റീസൺസ് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെക്കാനിക്കലി സ്റ്റേബിൾ. അതായത് ഒരു ബേസ് ലെയർ, അതായത് സബ്സ്ട്രേറ്റ് ലെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ട്രേറ്റ് മെറ്റീരിയലിൽ മില്യൺസ് ഓഫ് എലമെൻറ്റ്സ് ഇംപ്ലാന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ എലമെൻറ്റും ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് വേണ്ടി വരും. അപ്പോൾ ഇവിടെ സിലിക്കൺ എന്ന് പറയുന്നത് മെക്കാനിക്കലി സ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ മില്യൺസ് ഓഫ് എലമെൻറ്റ്സ് ക്യാൻ ബി ഇംപ്ലാന്റഡ് ഓൺ ടു ദ സെയിം സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ. ദെൻ സിഗ്നൽ കൺവേർഷൻ യൂണിറ്റ്സിൽ നമുക്ക് പീസോ റെസിസ്റ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ സിലിക്കൺ സബ്സ്ട്രേറ്റ് ലെയേഴ്സ് തന്നെ പ്യുവർ N ടൈപ്പ് പീസോ റെസിസ്റ്റീവ് ലെയേഴ്സായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം ബൈ ആഡിങ് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസ് ഇൻ ടു ദ സബ്സ്ട്രേറ്റ്. അതിൻ്റെ സ്ട്രെയിൻ സ്ട്രെസ് റിലേഷൻഷിപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സിലിക്കൺ ഈസ് ഓൾമോസ്റ്റ് ആൻ ഐഡിയൽ സ്ട്രക്ചർ മെറ്റീരിയൽ. അങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ, എൻ്റെ യങ്സ് മോഡുലസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പിൽ യങ്സ് മോഡുലസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെന്ന് പറയുന്നത് സ്റ്റീൽ പോലെ തന്നെയാണ് വരുന്നത്. സ്റ്റീലിൻ്റെ അത്രയും സ്ട്രോങ് ആണ്. ദെൻ ഇറ്റ് ഈസ് ആസ് ലൈറ്റ് ആസ് അലുമിനിയം. അപ്പോൾ സ്ട്രോങ്ങും ആണ്, വളരെ ലൈറ്റുമാണ്. ഓക്കെ. ദെൻ അനദർ പോയിന്റ് ഈസ് ഇറ്റ് ഹാസ് എ ഹൈ മെൽറ്റിംഗ് പോയിന്റ് അറൗണ്ട് 1400 degrees Celsius. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് തെർമലി സ്റ്റേബിൾ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടോയ്സ് ഹയർ ദാൻ ദാറ്റ് ഓഫ് അലുമിനിയം, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ദെൻ ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഇറ്റ്സ് thermal expansion coefficient is about 8 times smaller than that of steel and 10 times smaller than that of aluminum. അതായത് ഇത്തരം എലമെൻറ്റ്സിൽ ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഹൈ ടെമ്പറേച്ചർ വരുന്ന എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അൺനെസറി ആയിട്ടുള്ള തെർമൽ എക്സ്പാൻഷൻ അവിടെ വരത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് തെർമലി സ്റ്റേബിൾ എന്ന് പറയുന്നത്. ദെൻ സിലിക്കൺ ഷോസ് വെർച്വലി നോ മെക്കാനിക്കൽ ഹിസ്റ്ററീസ്. അതായത് ലോഡിംഗ് കേസിലും അൺലോഡിംഗ് കേസിലും സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ എനർജി ലോസ് വരുന്നില്ല അൺലോഡിംഗ് കണ്ടീഷനിൽ. ദെൻ സിലിക്കൺ വേഫേഴ്സ് ആർ എക്സ്ട്രീംലി ഫ്ലാറ്റ്. വേഫേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ ഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. CZ പ്രോസസ് ആൻഡ് FZ പ്രോസസ് നിങ്ങൾ VLSIയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു ഇൻഗോട്ട് അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് വരുന്ന ഇൻഗോട്ട് നമ്മൾ വളരെ തിന്നായിട്ട് കട്ട് ചെയ്യും. അതാണ് വേഫേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു വേഫേഴ്സിനെ സ്ലൈസ് ചെയ്ത് ചെറിയ ചെറിയ ഡൈസ് ആയിട്ട് മാറ്റും. ആ ഒരു ഡൈസിലാണ്, പിന്നെ ആ ഒരു ഡൈ ഏരിയയിലാണ് നമ്മൾ IC ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ ഈ ഒരു സിലിക്കൺ വേഫേഴ്സ് എന്ന് പറയുന്നത് വളരെ തിന്നാണ്, എക്സ്ട്രീംലി ഫ്ലാറ്റുമാണ്. അഡീഷണൽ ലെയേഴ്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലം തൊട്ട് നമ്മൾ സിലിക്കൺ സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ഫാബ്രിക്കേഷൻ പ്രോസസ്സും ഒക്കെ തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ആൻഡ് ഡോക്യുമെൻറ്റഡ്. ദാറ്റ് ഈസ് എ ഫൈനൽ പോയിന്റ്. ദെൻ പ്യുവർ സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതിൽ ഒരു പ്രോസസ്സാണ് CZ പ്രോസസ് ഓർ CZ മെത്തേഡ്.
ദാറ്റ് ഈസ് സൊറാൾസ്കി മെത്തേഡ്. ദെൻ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഓൾറെഡി VLSIയിൽ പഠിച്ചതാണ്. CZ പ്രോസസ്സും FZ പ്രോസസ്സും നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. എനിവേ ഈ ഒരു സൊറാൾസ്കി പ്രോസസ്സ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതിൽ ആ ഒരു ഫിഗർ നോക്കുക. അതിൽ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ആ ഒരു ക്രൂസിബിൾ ആൻഡ് ദ പുള്ളറാണ്. ആ പുള്ളർ എന്ന് പറയുന്നത് സീഡ് ക്രിസ്റ്റലാണ്. നമുക്കൊന്നൊന്നായിട്ട് നോക്കാം. അപ്പോൾ എർത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റോ സിലിക്കൺ നമ്മൾ എടുക്കും, ദാറ്റ് ഈസ് ക്വാർട്സൈറ്റ്. ദെൻ കാർബൺ കണ്ടിന് വേണ്ടി ഇതിൻ്റെ കൂടെ കോക്ക് അല്ലെങ്കിൽ വുഡൻ ചിപ്സ് ആഡ് ചെയ്യും. ദെൻ ഹൈ ടെമ്പറേച്ചറിൽ ഇതിനെ മെൽറ്റ് ചെയ്യും. അപ്പോൾ 1400 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഇതിനെ ഹീറ്റ് ചെയ്യും. അപ്പോൾ അത് മോൾട്ടൺ സ്റ്റേറ്റിലോട്ട് വരും. ദിസ് ദ സിലിക്കൺ മെൽറ്റ്. ദെൻ ആ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇവിടെ കോട്സ് ക്രൂസിബിൾ, അതൊരു പോട്ടാണ്. സിലിക്കൺ മെൽറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു കോട്സ് ക്രൂസിബിളാണ്. തെർമലി സ്റ്റേബിളാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്, ജസ്റ്റ് അബവ് 1400 ഡിഗ്രി സെൽഷ്യസ്. സിലിക്കൺ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ദെൻ അവിടെ ഗ്രാഫൈറ്റ് സസെപ്റ്റർ കണ്ടോ? നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഗ്രാഫൈറ്റ് അക്സെപ്റ്റ് ചെയ്ത് അത് അബ്സോർബ് ചെയ്ത് ഹീറ്റ് എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യും. ഈ ഒരു ഹീറ്റ് എനർജി വെച്ചിട്ടാണ് റോ സിലിക്കൺ ഒരു സോളിഡ് സ്റ്റേജിൽ നിന്ന് ലിക്വിഡ് സ്റ്റേജിലോട്ട് വരുന്നത്, സിലിക്കൺ മെൽറ്റ് ആയിട്ട് മാറുന്നത്. ദെൻ ഈ ഒരു സിലിക്കൺ മെൽറ്റോട്ട് നമ്മളൊരു സീഡ് ക്രിസ്റ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു സീഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് പ്യുവർ ഫോമിലുള്ള സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ ആണ്. സോ ദർ ഈസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ സീഡ് ക്രിസ്റ്റൽ ആൻഡ് സിലിക്കൺ മെൽറ്റ്, സോളിഡ് ആൻഡ് ലിക്വിഡ് ഇൻ്റർഫേസ്. സോ അതിനനുസരിച്ച് അവിടെ ബോണ്ടിങ് നടക്കും, ക്രിസ്റ്റൽ ഗ്രോത്ത് നടക്കും. ഇനി ക്രിസ്റ്റൽ ഗ്രോത്ത് നടക്കുന്നത്, അതായത് സോൾഡിഫിക്കേഷൻ, ലിക്വിഡിൽ നിന്ന് അത് സോളിഡായിട്ട് മാറുകയാണ്, സോളിഡ് സ്റ്റേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിനാണ് ക്രിസ്റ്റൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ഗ്രോത്ത് നടക്കുമ്പോൾ അവിടെ എന്തായാലും ബോണ്ടിങ് നടക്കും. അറ്റോമിക് സ്ട്രക്ചർ, അതിൻ്റെ ഓറിയൻറ്റേഷൻ നടക്കുന്നത് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സീഡ് ക്രിസ്റ്റൽ. എന്ത് ടൈപ്പ് സീഡ് ക്രിസ്റ്റലാണോ നിങ്ങൾ എടുക്കുന്നത് അത് ക്രിസ്റ്റൽ ഓറിയൻറ്റേഷൻ ആയിരിക്കും ആ ഒരു സോൾഡിഫിക്കേഷൻ നടക്കുമ്പോഴും ക്രിസ്റ്റൽ ഗ്രോത്ത് നടക്കുമ്പോഴും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ബിക്കോസ് അതിനെ പുൾ ബാക്കും ചെയ്യുന്നുണ്ട്, ക്രിസ്റ്റൽ ഗ്രോത്തിനനുസരിച്ച് പുറകിലോട്ട് പുൾ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ അത് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ കൂടി അവിടെ നോട്ട് ചെയ്യണം. റോ സിലിക്കൺ കോമ്പൗണ്ട് ഫോമിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്, സിലിക്കൺ ഡയോക്സൈഡ് പ്ലസ് സിലിക്കൺ കാർബൈഡ്, കാർബൺ കണ്ടൻറ്റ്. At high temperature, it is converted into silicon and gas, carbon monoxide and silicon monoxide. So silicon melt, then it is converted into single crystalline silicon with the help of a seed crystal. So CZ processന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ ആണ്. ഇതിന് നമ്മൾ പ്യുവർ സിലിക്കൺ ബൗൾ എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ സിലിക്കൺ ഇൻഗോട്ട് എന്ന് പറയും. ഈ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ നമ്മൾ തിൻ വേഫേഴ്സ് ആയിട്ട് കട്ട് ചെയ്യും, സ്ലൈസ് ചെയ്യും. അതിനെയാണ് സിലിക്കൺ വേഫേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് വേഫർ സൈസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ കാണിച്ചിരിക്കുന്നത് 100 mm, 300 mm, അതൊരു വേരിയേഷൻ ഉണ്ടാകാം. ദെൻ തിക്നെസ് 500 മൈക്രോമീറ്റർ, ദെൻ 750 മൈക്രോമീറ്റർ, കുറച്ചുകൂടി തിക്കായിട്ടുള്ള 1 mm തിക്നെസ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് വേഫർ സ്ലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സിംഗിൾ സിലിക്കൺ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അപ്പോൾ ബേസിക്കലി സിംഗിൾ സിലിക്കൺ സ്ട്രക്ചർ ഇറ്റ് ഫോളോസ് ഫേസ് ക്യൂബിക് സെൻറ്റേഡ് സ്ട്രക്ചർ. ചെറിയൊരു മോഡിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് FCC നോക്കാം. അപ്പോൾ ഫേസ് ക്യൂബിക് സെൻറ്റർ 8 കോർണേഴ്സിൽ ആറ്റംസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ 6 ഫേസസ് ആണ് വരുന്നത്. ഓരോ ഫേസിൻ്റെയും സെൻട്രലായിട്ട് ആറ്റംസ് വരും. അപ്പോൾ ടോട്ടൽ 8 + 6 14 ആറ്റംസ് അവിടെ വരുന്നുണ്ട്. ദെൻ സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കണിൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഒരു ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. 2 FCC ക്രിസ്റ്റൽസ് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെയാണ് സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ വരുന്നത്. സോ അങ്ങനെ മെർജ് ചെയ്ത് വരുമ്പോൾ 4 എക്സ്ട്രാ ആറ്റംസ് ഇൻറ്റീരിയറിൽ വരും. അപ്പോൾ ഒരു FCCയിൽ 14 ആറ്റംസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ മെർജ് ചെയ്ത കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കണിൽ 18 ആറ്റംസ് വരും. സിലിക്കൺ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ക്രിസ്റ്റൽ ഓറിയൻറ്റേഷൻ വരുന്നുണ്ട്, ഡിഫറെൻറ്റ് പ്ലെയിൻസ് വരുന്നുണ്ട്.
നമുക്ക് അടുത്ത ക്ലാസ്സിൽ മില്ലർ ഇൻഡിസസ് ആൻഡ് ഡിഫറെൻറ്റ് പ്ലെയിൻസ് നമുക്ക് നോക്കാം. ഓക്കെ.